എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 3-ലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ വിധൂയ ക്ലേശാൻ മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയന മധതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. വിധൂയ ക്ലേശാൻ മേ, എൻ്റെ ക്ലേശങ്ങൾ പരിഹരിച്ച്. ധൃതരസം കുരു, ഉത്സാഹമുണ്ടാക്കി തരേണമേ. ചരണയുഗ്മം, 2 കാലുകൾക്കും. ഭവക്ഷേത്രപ്രാപ്തൗ, അങ്ങയുടെ ക്ഷേത്രത്തിലെത്തുവാനും. കരം തേ പൂജനവിധൗ അപിച്ച, കൈകൾക്ക് അങ്ങയുടെ പൂജകൾ ചെയ്യാനും. നയനം ഭവൻ മൂർത്തിയാലോകേ, കണ്ണുകൾക്ക് അങ്ങയുടെ തിരുവുടൽ കാണാനും. അഥാ ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണ, ഘ്രാണം പറഞ്ഞാൽ മൂക്ക്, മൂക്കുകൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അർച്ചിച്ച തുളസിയുടെ പരിമളം ആസ്വദിക്കാനും. ശ്രവണമപി തേ ചാരുചരിതേ, കാതുകൾ കൊണ്ട് അങ്ങയുടെ ചാരുചരിതങ്ങൾ കേൾക്കാനും കഴിയണമേ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ ഭഗവാനേ, എൻ്റെ ക്ലേശങ്ങൾ പരിഹരിച്ച് അങ്ങയുടെ നിവാസസ്ഥാനമായ ഈ ക്ഷേത്രത്തിലെത്തുവാൻ എൻ്റെ 2 കാലുകളെയും കരുത്തുള്ളതാക്കണമേ. കൈകളെയും അങ്ങയുടെ പൂജാവിധികളിൽ ഉത്സാഹമുള്ളതാക്കി തീർക്കണമേ. അങ്ങയുടെ പവിത്ര വിഗ്രഹം കാണാൻ കണ്ണുകളെയും അങ്ങയുടെ കാൽക്കൽ കിടക്കുന്ന തുളസിയുടെ പരിമളമാസ്വദിക്കാൻ ഘ്രാണേന്ദ്രിയത്തെയും അങ്ങയുടെ മധുരചരിതങ്ങൾ ശ്രവിക്കാൻ ശ്രവണേന്ദ്രിയങ്ങളെയും ഉത്സാഹവും ആസക്തിയുമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതായത് വാതരോഗം കൊണ്ട് അതിയായി ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭട്ടതിരിപ്പാട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്ത്? എൻ്റെ ഈ വാദക്ലേശങ്ങളെല്ലാം പരിഹരിച്ച് അങ്ങയുടെ ഈ ക്ഷേത്രത്തിലെത്തുവാൻ എൻ്റെ 2 പാദങ്ങളെയും കരുത്തുള്ളതാക്കണമേ ഗുരുവായൂരപ്പ എന്ന്. അതേസമയം കൈകൾ എന്തിനാ കിട്ടിയിരിക്കണേ? ഭഗവാൻ അർച്ചന നടത്താനല്ലേ. എൻ്റെ കൈകൾക്ക് അങ്ങയുടെ പൂജാവിധികളിൽ ഉത്സാഹമുണ്ടാക്കി തരേണമേ. അതേസമയം അങ്ങയുടെ പവിത്രമായ വിഗ്രഹം കാണാൻ എൻ്റെ കണ്ണുകൾക്ക് അനുഗ്രഹം നൽകണം. അങ്ങയുടെ കാൽക്കൽ അർച്ചിച്ചു വീണിരിക്കുന്ന തുളസിപ്പൂക്കളുടെ പരിമളമാസ്വദിക്കാൻ എൻ്റെ മൂക്കുകൾക്ക് ഭാഗ്യം തരണം. എല്ലാത്തിനുമുപരി അങ്ങയുടെ ചാരുചരിതങ്ങൾ, അങ്ങയുടെ കഥകൾ അങ്ങനെ കേട്ട് സുഖിച്ചിരിക്കാൻ എൻ്റെ ചെവികൾക്കും അനുഗ്രഹം തരേണമേ ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥിക്കണേ. ഇവിടെ ആദ്യം പറയുന്നത് കാലുകൾക്ക് അങ്ങയുടെ ക്ഷേത്രത്തിലെത്താനും കയ്യുകൾക്ക് അങ്ങയെ പൂജിക്കാനും കഴിയണം. അത് 2 കർമ്മേന്ദ്രിയങ്ങളാണ്, കയ്യും കാലും. പിന്നീട് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയണേ. ഏതൊക്കെയാ? കണ്ണ്, കാത്, മൂക്ക്. കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ വിഗ്രഹങ്ങൾ കാണാനും, കാതുകൾ കൊണ്ട് അങ്ങയുടെ ഗുണകഥകൾ കേൾക്കാനും, മൂക്കുകൊണ്ട് അങ്ങയുടെ തുളസിപ്പൂ മണം, അങ്ങയ്ക്ക് അർച്ചിച്ച തുളസിപ്പൂ മണം ആസ്വദിക്കാനും അനുഗ്രഹിക്കണമേ എന്ന്.
ഇതിനു മുമ്പ് തുടക്കത്തിലെ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞ്? കഥയന്തോ ഗുണകഥ. അങ്ങയുടെ ഗുണകഥകൾ അങ്ങനെ പറഞ്ഞ് രസിച്ച് ആ ആത്മാനന്ദത്തിൽ ആറാടാൻ അനുഗ്രഹിക്കണമേ ഗുരുവായൂരപ്പ എന്നല്ലേ. ഇനി ഭാഗവത പുരാണം ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുന്നതാ. ഭക്തി ഉണ്ടാവാൻ എന്ത് വേണമെന്നാ പ്രഹ്ലാദൻ എന്ന കുട്ടി പോലും പറഞ്ഞത്? ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതിലാദ്യ 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ശ്രവണം, അങ്ങയുടെ കഥകൾ കേൾക്കാൻ അനുഗ്രഹിക്കണമേ. കീർത്തനം, അങ്ങയുടെ കഥകളങ്ങനെ കീർത്തിച്ച് പറയാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പാദസേവനം, അങ്ങയുടെ പാദഭക്തന്മാരെ സേവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഗുരുവായൂരപ്പ. അങ്ങേക്ക് അർച്ചനം നടത്താനും ഈ കാലുകളുടെ വയ്യായ മാറി ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കാനും എനിക്ക് ആരോഗ്യം തരേണമേ കൃഷ്ണ, എൻ്റെ ഈ അസുഖം മാറ്റിത്തരേണമേ എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന. നമ്മൾ ലൗകികർക്ക് ഈ ശ്ലോകം എങ്ങനെ ഉപയോഗിക്കാം? നമ്മളെല്ലാവരും ഈ കർമ്മേന്ദ്രിയങ്ങളുടെ പിറകെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെ പിറകെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഓരോ കാര്യങ്ങളിലേക്കായി അങ്ങോട്ട് മാറ്റി നിർത്തണം. ദിവസം കുറച്ച് സമയമെങ്കിലും. മുത്തശ്ശി പാടിത്തരും സന്ധ്യയ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ, നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണ, കയ്യെന്തിനാ കണ്ണ, കയ്യെന്തിനാ. അത് തന്നെയല്ലേ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ സംസ്കൃതത്തിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കണേ. അങ്ങയെ എനിക്ക് പ്രദക്ഷിണം വയ്ക്കാൻ കഴിയണം, അങ്ങയെ എനിക്ക് പൂജിക്കാൻ കഴിയണം, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ വീണ തുളസിപ്പൂ എനിക്ക് ഘ്രാണിക്കാൻ വസനിക്കാൻ കഴിയണം കൃഷ്ണ. അങ്ങയുടെ ചാരുചരിതങ്ങൾ അങ്ങനെ കേട്ട് ആ സച്ചിദാനന്ദത്തിൽ ആറാടിയിരിക്കാൻ എനിക്ക് ശരീരസുഖം തരേണമേ എന്നാണ് പ്രാർത്ഥന. ഇത് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞ വേദനയില്ലാത്ത ഒരു ശരീരം. ഹരേ കൃഷ്ണ.